ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമേഹമുള്ളവർക്ക് അവർക്കതിനെ നിയന്ത്രിച്ച് നിർത്തുവാനും അതുപോലെ തന്നെ പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം ഉണ്ടാകാതിരിക്കുവാനും വളരെ അത്യാവശ്യം വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പ്രമേഹ രോഗ നിയന്ത്രണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് നമുക്ക് ഡയറ്റ് കൺട്രോൾ ആണ് എന്ന് മിക്കവർക്കും അറിയാം. ഡയറ്റിനെ പറ്റി തന്നെ നിരവധി വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ നിരവധി വീഡിയോകൾ ഡയറ്റ് കൺട്രോളിനെ പറ്റിയുണ്ട്. പക്ഷേ എന്നിട്ടും പല പ്രമേഹ രോഗികളിലും കൺസൾട്ടേഷൻ വരുമ്പോൾ അവർക്ക് ഈ ഡയറ്റ് കൺട്രോളിനെ പറ്റിയുള്ള ABCD പോലും ഇപ്പോഴും അറിയത്തില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായ ഒന്ന്. ഈ ഡയറ്റ് കൺട്രോൾ ശരിയാകാത്തത് കൊണ്ടാണ് പലരുടെയും പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുവാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആരും ഡയറ്റ് കൺട്രോളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയറ്റ് കൺട്രോളിൽ വളരെ ചെറിയ ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താം. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹം ഇല്ലാത്തവർക്ക് വരാതിരിക്കുവാനും വളരെയധികം സഹായിക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അന്നജമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അന്നജൻ രണ്ട് തരത്തിലുണ്ട് എന്നും പലർക്കും അറിയാം. അതായത് നല്ല അന്നജവും ഉണ്ട്, അതുപോലെ തന്നെ ബാഡ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ചീത്ത അന്നജവും ഉണ്ട്. നമ്മുടെ ഈ ചീത്ത അന്നജം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന പഞ്ചസാര, അതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറ്, അതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ധാന്യപ്പൊടികൾ കൊണ്ടുള്ള പലഹാരങ്ങൾ, ഇവയൊക്കെയാണ് സാധാരണഗതിയിൽ ബാഡ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് പോഷക വിദഗ്ധർ കരുതുന്നത്. നമ്മൾ പഞ്ചസാരയുടെ കാര്യം ആദ്യം തന്നെ എടുക്കാം. നമ്മൾ മിക്കവരും പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. പ്രമേഹം ഉള്ളവർ പോലും പലപ്പോഴും ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ അല്പം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ചായയ്ക്കും കാപ്പിക്കകത്തും ഒക്കെ കുറേശ്ശെ പഞ്ചസാര പലപ്പോഴും ഇടാറുണ്ട് എന്നാണ് പല പ്രമേഹ രോഗികളും പറയാറുള്ളത്. അപ്പോൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം നമുക്ക് വളരെ കൂടുതലാണ്. ഈ പ്രമേഹം ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര അവർ രാവിലത്തെ ബെഡ് കോഫിക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പഞ്ചസാര കാപ്പി ചായക്കകത്തൊക്കെ ഉപയോഗിക്കും. 11 മണിക്ക് നമ്മൾ കഴിക്കുന്ന ചായക്കകത്തോ കാപ്പിക്കകത്തോ പഞ്ചസാര ഉപയോഗിക്കും. ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ചോറുണ്ടുന്നുണ്ട്. 4 മണിക്ക് അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് എന്തെങ്കിലും പാനീയങ്ങളായിരിക്കും പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത്. വൈകിട്ടും നമ്മൾ അന്നജം കൊണ്ടുള്ള ആഹാരമാണ് നമ്മുടെ പ്രധാന ആഹാരം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പഞ്ചസാര നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ചെല്ലുന്നുണ്ട്. ഈ പഞ്ചസാരയെ ഒരു വെളുത്ത വിഷമായിട്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. പോഷക വിദഗ്ധർ പറയുന്നത് ഇതിനെ ഒരു മെറ്റബോളിക് പോയിസൺ എന്നാണ്. എന്താണ് പഞ്ചസാര കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് എങ്ങനെയാണ് ഡയബറ്റീസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ ഇത് എങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് നമ്മളെല്ലാവരും വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. പഞ്ചസാരയുടെ രാസനാമം സുക്രോസ് എന്നാണ്. ഈ പഞ്ചസാര നമ്മുടെ വയറ്റിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ 4-5 മിനിറ്റ് കൊണ്ട് അത് ദഹിച്ച് ഈ സുക്രോസിനെ ഗ്ലൂക്കോസായിട്ട് മാറ്റും. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ഉയരുക തന്നെ ചെയ്യും. ആ ഷുഗറാണ് നമ്മുടെ കോശങ്ങൾ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര ഉയരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ റിഫൈൻഡ് ഗ്രെയിൻസ്, അതായത് പ്രക്രിയാവിധേയമാക്കിയ ധാന്യങ്ങൾ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ദഹിക്കാൻ അധികം സമയം എടുക്കുകയില്ല. 1-1.5 മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ചോറ് ദഹിച്ച് അതും ഗ്ലൂക്കോസായിട്ട് മാറിയാണ് ശരീരം അതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചാക്കരി, പച്ചരി അല്ലെങ്കിൽ സാധാരണ കുത്തരിയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അത് റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസാണ്. അതായത് അതിനകത്തെ തവിട് നീക്കം ചെയ്ത ധാന്യമാണത്. അപ്പോൾ തവിട് നീക്കം ചെയ്യുമ്പോൾ അതിനകത്തെ പോഷകങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യപ്പെടുന്നു. അതിനകത്തുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഏറ്റവും പ്രധാനം അതിനകത്ത് അടങ്ങിയിട്ടുള്ള നാരുകൾ എല്ലാം നീക്കം ചെയ്യപ്പെടുകയാണ്. പിന്നെ നമുക്ക് സാധാരണ കിട്ടുന്ന ചാക്കരി, പച്ചരി, കുത്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റ് അല്ലെ അന്നജം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ അരികളുടെ ധാന്യപ്പൊടികളും. അതായത് വെളുത്ത അരിയുടെ ധാന്യപ്പൊടിയാണ് നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്തും കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൈദ, അതിനകത്തും കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. ആ മൈദ കൊണ്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത്. പൊറോട്ട ധാരാളം ആൾക്കാർ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോഴും, അതായത് പഞ്ചസാര, അതുപോലെ തന്നെ റിഫൈൻഡ് ഗ്രെയിൻസ്, അതായത് ചാക്കരി, പച്ചരി, സാധാരണ കുത്തരി, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റിഫൈൻഡ് ഗ്രെയിൻസിൻ്റെ പൊടികൾ, ധാന്യപ്പൊടികൾ, ഇത് മൂന്നും ഉപയോഗിക്കുമ്പോൾ
നമ്മുടെ രക്തത്തിലെ പഞ്ചസാര ഉയരുന്നു. അപ്പോൾ പ്രമേഹമുള്ള ഒരു രോഗിക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാര അവിടെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര ഉയർന്നു തന്നെ നിൽക്കും. പ്രമേഹത്തിനുള്ള മരുന്ന് കഴിച്ചാലും ഷുഗർ കുറയുന്നില്ല, ഇൻസുലിൻ എടുത്താലും ചിലപ്പോൾ നല്ലപോലെ കുറയുന്നില്ല. ഷുഗറിൻ്റെ അളവ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് പലപ്പോഴും പല മെറ്റബോളിക് പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്, പല അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം കൂടിയിരുന്നു കഴിഞ്ഞാൽ അത് പ്രമേഹത്തിൻ്റെ സങ്കീർണതകളെ നമ്മൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കാം. അവരുടെ കണ്ണിന് റെറ്റിനോപ്പതി വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, അവർക്ക് സ്ട്രോക്ക് വരാം, അവരുടെ കിഡ്നിക്ക് പ്രശ്നമുണ്ടായി ഡയാലിസിസ് വേണ്ടി വന്നേക്കാം, കാലിൽ വ്രണമുണ്ടായി ചിലപ്പോൾ കാലുകൾ മുറിച്ച് കളയേണ്ടി വരാം, പുരുഷന്മാരിലാണെങ്കിൽ ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകുന്നു. ഇങ്ങനെ പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം രക്തത്തിലെ പഞ്ചസാരയെ അവർ നിയന്ത്രിച്ച് നിർത്തുന്നില്ല എന്നുള്ളതാണ്. രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, പഞ്ചസാര വല്ലപ്പോഴും ആണെങ്കിലും അവർ ഉപയോഗിക്കുന്നു. രണ്ടാമത്, അവരുപയോഗിക്കുന്ന ചോറ് ശരിയായ രീതിയിലുള്ള അരിയുടെ ചോറല്ല. അതായത് തവിട് കളയാത്ത കുത്തിരിയുടെ ചോറ് വേണം പ്രമേഹ രോഗികൾ കഴിക്കാൻ. അതും ഒരു ചെറിയ അളവിൽ മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ തവിട് കളഞ്ഞ ധാന്യങ്ങളുടെ പൊടികൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഈ ധാന്യപ്പൊടികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തവിടുള്ള ധാന്യങ്ങളുടെ തവിടുള്ള ചെറുധാന്യങ്ങളിൽ നിന്ന് ധാരാളമായിട്ടുണ്ട്. റാഗി ഇന്ന് ലഭ്യമാണ്. റാഗി പൊടിപ്പിച്ച് അതിൻ്റെ പൊടി കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, മറ്റ് പലഹാരങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് തവിട് ധാരാളമുണ്ട്, അപ്പം നാരുകൾ ധാരാളമുണ്ട്, പോഷകങ്ങളുണ്ട്, പ്രോട്ടീനുണ്ട്. അപ്പോൾ അതിങ്ങനെ പോഷകങ്ങളാൽ സമ്പന്നമാണ് ഈ ചെറുധാന്യങ്ങളൊക്കെ. അതിനെ മില്ലറ്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവയുടെ പൊടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പ്രമേഹ രോഗികൾ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം ഉയരാതിരിക്കണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ തവിടുള്ള ധാന്യങ്ങളുടെ മാത്രം ചോറ് ഉണ്ണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തവിടുള്ള ധാന്യങ്ങളുടെ പൊടികൾ മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ രക്തത്തിലെ പഞ്ചസാര ഉയരാതെ അല്ലെങ്കിൽ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രമേഹം ഇല്ലാത്തവരിലും ഇത് വളരെയധികം ആപ്ലിക്കബിളാണ്. പ്രമേഹമില്ലാത്തവരും പഞ്ചസാരയുടെ ഉപയോഗവും അതുപോലെ തന്നെ ഈ റിഫൈൻഡ് ഗ്രെയിൻസ്, അതുപോലെ തന്നെ റിഫൈൻഡ് ഗ്രെയിൻസ് കൊണ്ടുള്ള ധാന്യപ്പൊടികൾ, ഇവ മൂന്നും ഒന്നെങ്കിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവയുടെ ഉപയോഗത്തിൽ കുറവ് വരുത്തുകയോ ചെയ്യേണ്ടതാണ്. ഇവ മൂന്നും കഴിക്കുമ്പോൾ അവരുടെ രക്തത്തിലെ പഞ്ചസാര വളരെയധികം ഉയരും. രക്തത്തിലെ പഞ്ചസാര ഉയർന്നു കഴിയുമ്പോൾ അവരുടെ പാൻക്രിയാസിൽ നിന്നും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരത്തെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. കൂടെ ഇങ്ങനെ രക്തത്തിലെ പഞ്ചസാര ഉയരുമ്പോൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളിൽ നിന്നും കൂടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം, അല്ലെ 8, 10, 15 പ്രാവശ്യമൊക്കെ നമുക്ക് ഇൻസുലിൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബീറ്റാ കോശങ്ങൾക്ക് ഒരു ഓവർലോഡ് കൊടുക്കുകയാണ്. അതായത് അതിന് കൂടുതൽ ജോലിഭാരം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആ തുമ്പി കല്ലെടുക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് കല്ലെടുക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ബീറ്റാ കോശങ്ങൾക്ക് കൂടുതൽ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമൊക്കെ അത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്യും. അതായത് ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകും. ഒരാൾക്ക് പ്രമേഹം കണ്ടെത്തുന്ന സമയത്ത് തന്നെ അവരുടെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളുടെ 50% നശിച്ചു കഴിഞ്ഞു എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ബീറ്റാ കോശങ്ങളിലെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കൂടെ പഞ്ചസാര ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൂടെ ഇങ്ങനെ റിഫൈൻഡ് ഗ്രെയിൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൂടെ നമ്മൾ റിഫൈൻഡ് ഗ്രെയിൻസിൻ്റെ പൊടി കൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ബീറ്റാ കോശങ്ങൾക്ക് ഓവർ വർക്ക് വരുന്നു. അപ്പോൾ ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം പതുക്കെ ഡിമ്മാകുന്നു. അവസാനം ആ ബീറ്റാ കോശങ്ങൾ അങ്ങ് നശിച്ചു പോകുന്നു. അങ്ങനെ ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുമ്പോഴാണ് അവർക്ക് പ്രമേഹം ഉണ്ടാകുന്നത്. അത് ഒരു വശത്ത്. ഇനി മറുവശത്ത് ഈ ബീറ്റാ കോശങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് നമ്മുടെ കോശഭിത്തിയുടെ അടുത്ത് ചെന്ന് നമ്മുടെ ഈ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിട്ടാൽ മാത്രമേ ആ കോശങ്ങൾക്ക് ആ ഗ്ലൂക്കോസിനെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അതായത് ഇൻസുലിൻ ഒരു താക്കോൽ പോലെ പ്രവർത്തിച്ച് അതിൻ്റെ പൂട്ട് തുറന്ന് ഗ്ലൂക്കോസിനെ അകത്തേക്ക് കടത്തിവിടുന്നു. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ആ കോശങ്ങൾ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ വരികയും അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ ബീറ്റാ കോശങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ
വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതായത് നമ്മുടെ ആ കോശങ്ങൾക്ക് ആ ഇൻസുലിൻ കൊണ്ട് പ്രയോജനം കിട്ടുന്നില്ല. അതായത് നമ്മുടെ മസിലിലുള്ള കോശങ്ങൾ, കരളിലുള്ള കോശങ്ങളിലൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി കഴിയുമ്പോൾ അത് വീണ്ടും ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ബീറ്റാ കോശങ്ങളെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ പിന്നെയും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അത് പിന്നെയും ഹൈപ്പർ ഇൻസുലിനീമിയ എന്നൊരു കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി കഴിയുമ്പോൾ അത് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും. നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും, കാരണം അവിടെയും കൊഴുപ്പടിഞ്ഞു കൂടുന്നു. നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവും, നമുക്ക് അമിതവണ്ണം ഉണ്ടാവും, നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവും, നമുക്ക് PCOD ഉണ്ടാവും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൈപ്പർ ഇൻസുലിനീമിയ അല്ലെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതാണ്. രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന റിഫൈൻഡ് ഗ്രെയിൻസിൻ്റെ ചോറും അതുപോലെ തന്നെ റിഫൈൻഡ് ഗ്രെയിൻസിൻ്റെ ധാന്യപ്പൊടികളുമാണ്. അപ്പോൾ ഇവ മൂന്നും നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം നമുക്ക് ഒരു സാധാരണ നിലവാരത്തിൽ തന്നെ കീപ്പപ്പ് ചെയ്യാൻ പറ്റും. അത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം സഹായം ചെയ്യും. അതുപോലെ തന്നെ പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. അപ്പോൾ ഈ ചെറിയ ഒരു കാര്യം നമ്മൾ ഭക്ഷണത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താം. അതുപോലെ തന്നെ പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം ഉണ്ടാകുകയുമില്ല. മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി ഒന്നും ഈ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഭക്ഷണ കാര്യത്തിലെ ഈ ചെറിയ ഒരു കാര്യത്തെപ്പറ്റി മാത്രമേ നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.